ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് ചപ്പാത്തിയുടെയും ഒറോട്ടിയുടെയും അതുപോലെ അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റായിട്ടും അതുപോലെ കുറുകിയ ചാറായിട്ടുമുള്ള മുട്ടക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമേ പാനിലിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും 1/2 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും ഇട്ട് കൊടുക്കണം. അപ്പോൾ രണ്ടും കനം കുറച്ച് നീളത്തിലരിയണം. കുറച്ച് കറിവേപ്പില, ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിപ്പോൾ കുറച്ചൊന്ന് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഈ സവാള അരിഞ്ഞ് ഇട്ട് കൊടുക്കണം. മീഡിയം സൈസിലെ 3 സവാള ഈ ഒരു രീതിയിൽ അരിഞ്ഞിട്ടുണ്ട്. നീളത്തിലല്ല, അതിനെക്കാട്ടി കുറച്ചും കൂടെ ചെറുതായിട്ട്. ഇനി ഈ സവാളയും കൂടെ നല്ലതായിട്ടൊന്ന് വഴറ്റും. ഇപ്പോൾ ഉള്ളിയൊക്കെ വഴന്നിട്ടുണ്ട്, നിറം മാറാനൊക്കെ തുടങ്ങുന്നുണ്ട്, അത്രയും മതി. ഇനി ഇതിലോട്ട് തക്കാളി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. മീഡിയം സൈസിൽ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഈ തക്കാളിയും കൂടെ നല്ലതായിട്ടൊന്ന് വഴറ്റാം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലതായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെക്കണം. ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഈ ലോ ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കാം. ഈ പൊടികളുടെ പച്ചമണം ഒന്ന് പോകുന്നിടം വരെ 2-3 മിനിറ്റ് നേരം. നിറവും കുറച്ചൊന്ന് മാറണം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. 3 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. കൂട്ടത്തിലേക്ക് കാഷ്നട്ട് അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പം 8 കാഷ്നട്ട് കുറച്ച് നേരം ഒന്ന് കുതിർത്ത് വെച്ചായിരുന്നു. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തതായത് ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറ് കഴുകി ശകലം വെള്ളം കൂടി ഒഴിക്കും. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഞാൻ ചൂടുവെള്ളം ഒരു 3/4 കപ്പോളം ഒഴിച്ചായിരുന്നു. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നോക്കിയിട്ട് പോരാത്തത് ചേർക്കാം. ഇപ്പോൾ 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇതിപ്പം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് ഇനി ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഫ്രഷായിട്ട് പൊടിച്ചത്. വെള്ളം കുറച്ചും കൂടെ വേണം. ഒരു 1/4 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിക്കാം. ഒന്നും കൂടെ നല്ലതായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ഇതിപ്പോൾ നല്ലതായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. 1 മിനിറ്റ് നേരം കൂടെ ഒന്ന് തിളയ്ക്കട്ടെ മീഡിയം ഫ്ലെയിമിൽ. കുറുകിയൊരു ചാറായിട്ട് വേണം ഇത് എടുക്കാൻ. ഇതിപ്പോൾ 1 മിനിറ്റ് നേരം നല്ലതായിട്ട് തിളച്ചായിരുന്നു. ശകലം ഒന്ന് കുറുകിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ. ഇനി ഇതിലോട്ട് മുട്ട ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 5 മുട്ടയൊന്ന് പുഴുങ്ങി എടുത്തിട്ടുണ്ട്, ഒന്ന് വരഞ്ഞും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെക്കാം. മസാലയൊക്കെ അതിൻ്റെ മുകളിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് തിളക്കട്ടെ. ഒരുപാട് നേരം തിളപ്പിക്കണ്ട മുട്ട ചേർത്ത് കഴിഞ്ഞിട്ട്. മുട്ട ഹാർഡായി പോകും. ഇതിലോട്ട് 1 മുട്ടയും കൂടെ ചേർക്കുന്നുണ്ട്, മഞ്ഞക്കരുവ് മാറ്റിയിട്ട്. 2 മുട്ട ഞാൻ മഞ്ഞക്കരുവ് ഇല്ലാതെ ഇട്ടേക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിടാം. ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് ചാറ് മുട്ടയുടെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഇതിപ്പോൾ ഒരു 3 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ചാറൊക്കെ ഒന്നുകൂടെ ഒന്ന് കുറുകിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/4 കപ്പ് തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് നോക്കണം, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് ഇളക്കണം. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നല്ലതായിട്ടൊന്ന് ചൂടായാൽ മതി. കുറച്ചും കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും അതുപോലെ പത്തിരി, ഒറോട്ടി, അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മുട്ടക്കറി ഇത്. ഇതിപ്പോൾ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.